ഇനി മൂന്നാമത്തെ അധ്യായം. അഥ തൃതീയോധ്യായ. അധ്യായങ്ങൾക്കൊന്നും പേരില്ല. ഭാരതത്തിൽ ഉള്ളതാണ് ഈ അധ്യായങ്ങളെല്ലാം. അവിടെ ഒന്നും വ്യാസഭഗവാൻ ഇവയ്ക്ക് പേരിട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ശ്രീമദ് അഭിനവഗുപ്തപാദരും തൻ്റെ വ്യാഖ്യാനത്തിൽ അധ്യായങ്ങൾക്ക് പേരിടുന്നില്ല. അധ്യായങ്ങൾക്ക് പേരുകൾ പിൽക്കാലത്തു വന്ന വ്യാഖ്യാതാക്കന്മാരിട്ടതാണ്. വാസ്തവത്തിൽ ഗീതയിൽ ഉള്ളതല്ല. മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് അർജുനന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാനുള്ളതെല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അർജുനൻ നമ്മളെപ്പോലെയാണ്, മനസ്സിലായില്ല, മനസ്സിലാവുന്നില്ല. അപ്പം അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ചോദിക്കുന്നത്, ജ്ഞാനമാണ് കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമെങ്കിൽ, അങ്ങനെയാണ് അർജുനന് മനസ്സിലായത് കൃഷ്ണൻ പറഞ്ഞതിനെപ്പറ്റി. കാരണം കൃഷ്ണൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ അവെയർ അല്ലാതെ ചെയ്യുന്ന ആക്ഷൻസ്, അത് നമ്മളെ ബൈൻഡ് ചെയ്യും, അത് നമ്മളെ ബന്ധിക്കും. നേരെ മറിച്ചിട്ട് അറിഞ്ഞുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ, അവെയർ ആയിട്ടാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തികൾ, കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും കർമ്മം കോമൺ ആണെങ്കിലും അതിൽ ജ്ഞാനമാണ്, ജ്ഞാനത്തിൻ്റെ അഭാവം ബന്ധനത്തെയും ജ്ഞാനത്തിൻ്റെ പ്രഭാവം മോക്ഷത്തെയും ദാനം ചെയ്യുന്നു. അപ്പം അർജുനൻ ധരിച്ചത് ജ്ഞാനമാണ് ശ്രേഷ്ഠം. ശരിയാണ്, അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠം. അപ്പം അർജുനൻ ചോദിക്കുന്നത്, ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ, അല്ലയോ ജനാർദ്ദന, ആ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി, ജ്ഞാനം ആണ് എന്നുണ്ടെങ്കിൽ ഈ ഘോരമായിട്ടുള്ള കർമ്മത്തെ ചെയ്യുവാൻ എന്നെ നിയോഗിക്കുന്നത് എന്തിന്? അതാണ് അർജുനന്റെ ചോദ്യം. ശരിയാണ് ചോദ്യം. ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ ഈ ഘോരമായ കർമ്മം, എന്താണ് അതിൻ്റെ ഘോരത? യുദ്ധമാണ്. എത്ര പേരെ കൊല്ലണം? ഈ മോശമായ പ്രവൃത്തി ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്തിന്? അർജുനൻ തുടരുകയാണ്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാത് ആപ്നുയാം ശ്രേയോഹമാപ്നുയാം. ഭഗവാനോട് അർജുനൻ പറയുകയാണ്, ഈ മിക്സ്ഡ് ആയിട്ടുള്ള അർത്ഥതലങ്ങളെ ദ്യോതിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ മനസ്സ് ആകെ ഭ്രമിച്ചിരിക്കുക. ഇടയ്ക്ക് കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് അങ്ങ് സംസാരിച്ചപ്പം ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ടു. ഇടയ്ക്ക് കേട്ടു കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഭഗവാന്റെ ആശയങ്ങളിൽ അർജുനന് തോന്നിയില്ല. ഇടയ്ക്ക് ഒന്ന് ശ്രേഷ്ഠമെന്ന് പറയുന്നു, ഇടയ്ക്ക് വേറൊന്ന് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. അങ്ങനെ ഈ വ്യാമിശ്രേണേവ വാക്യേന, ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള വാക്യം, അതുകൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള അർത്ഥതലങ്ങൾ അല്ലെ ദ്യോതിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട്, അല്ലയോ കൃഷ്ണ, എൻ്റെ ബുദ്ധി, അങ്ങത് ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ ബുദ്ധി മോഹയസീപമേ, എന്നെ ബുദ്ധിയാകെ മോഹിച്ചിരിക്കുകയാണ്, എൻ്റെ ബുദ്ധിയാകെ ഭ്രമിച്ചിരിക്കുകയാണ്. തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാത്. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് പറയുക. രണ്ടും ഇങ്ങനെ മാറി മാറി പറഞ്ഞ് എന്നെ ഭ്രമിപ്പിക്കരുത്. ഒന്ന് പറയുക. ഏതെങ്കിലും ഒന്നുകിൽ ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് പറയുക, അല്ലെങ്കിൽ കർമ്മമാണ് ശ്രേഷ്ഠം എന്ന് പറയുക. ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് തീരുമാനിച്ചുറപ്പിച്ച് പറയുക. ഏതായിരിക്കണം അങ്ങ് എന്നോട് പറയുന്നത്? ഏന ശ്രേയോഹമാപ്നുയാത്, ഏതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക. ശ്രേയസ് എന്ന് പറഞ്ഞാൽ അപവർഗലക്ഷണം, അഭ്യുദയം, മുക്തി, വികാസമുണ്ടാവുക, എൻ്റെ ബോധത്തിന് വികാസമുണ്ടാവുക, എനിക്ക് സന്തോഷമുണ്ടാവുക, അതിനെ നിശ്ചയിച്ചിട്ട് എന്നോട് പറഞ്ഞു തന്നാലും, നിശ്ചയമായിട്ടും എന്നോട് പറഞ്ഞു തന്നാലും. അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനം. കർമ്മ ഉക്തം ജ്ഞാനം ച, കർമ്മത്തെപ്പറ്റിയും ജ്ഞാനത്തെപ്പറ്റിയും പറഞ്ഞു.
തത്ര ന ദ്വയോ പ്രാധാന്യം യുക്തം അപിതു ജ്ഞാനസ്യ. രണ്ടിനും തുല്യ പ്രാധാന്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ജ്ഞാനത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്നും പറഞ്ഞു. അതായത് ജ്ഞാനത്തോടു കൂടിയ കർമ്മം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അറിയാതെ ചെയ്യുന്ന കർമ്മം. അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, അവയർനെസ്സോടു കൂടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധനത്തിനും, അവയർനെസ്സോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മോക്ഷത്തിനും കാരണമാകുന്നു, ബന്ധന വിമുക്തിക്കും കാരണമാകുന്നു. രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളെ പറ്റി പറഞ്ഞു, അറിവിൻ്റേതും കർമ്മത്തിൻ്റേതും ആയിട്ടുള്ള രണ്ട് വഴികൾ. തദ്ബലേന ക്ഷപണീയത്വം യദി കർമ്മണാം ബുദ്ധിയുക്തോ ജഹാദീമേ ഇത്യാദി നയേന മൂലതയേവ തത്കർമ്മണ കിം പ്രയോജനമിതി പ്രശ്നാഭിപ്രായ. തദ്ബലേന ക്ഷപണീയത്വം യദി കർമ്മണാം ബുദ്ധിയുക്തോ ജഹാദീമേ ഇത്യാദി നയേന മൂലതയേവ. ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് കർമ്മത്തെ വേരോടുകൂടി ഇല്ലാതെയാക്കണം എന്ന് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മത്തെ വേരോടുകൂടി ഇല്ലാതെയാക്കാൻ സാധിക്കുക. 2-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ ശ്ലോകം ഇപ്രകാരമാണ്: ബുദ്ധിയുക്തോ ജഹാതീമേ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ബുദ്ധിയോടുകൂടി ചേരുമ്പോഴാണ് സുകൃത ദുഷ്കൃതങ്ങളാകുന്ന കർമ്മങ്ങൾ രണ്ടും ഇല്ലാതെയാകുന്നത്. ബുദ്ധിയോടുകൂടി ചേർത്തുകൊണ്ട് രണ്ടിനെയും ഇല്ലാതെയാക്കണം. ദുഷ്കൃതത്തെ മാത്രമല്ല ഇല്ലാണ്ടാക്കാൻ പറഞ്ഞത്, സുകൃതത്തെയും ഇല്ലാതെയാക്കണം. എങ്ങനെയാണ് അതില്ലാതെയാവുക? ബുദ്ധിയോടുകൂടി ചേരുമ്പോൾ. എന്ത് ബുദ്ധിയോടുകൂടി ചേരുമ്പോൾ? പ്രവൃത്തി ബുദ്ധിയോടുകൂടി ചേരുമ്പോൾ. തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അതുകൊണ്ട് ബുദ്ധിയോട് കൂടി ചേർന്നതാക്കൂ കർമ്മത്തെ. അങ്ങനെ ബുദ്ധിയോട് കൂടിയതാകുമ്പോഴുള്ള കർമ്മമാണ് കുശലതയോടുകൂടിയുള്ള കർമ്മം. കർമ്മ കുശലത എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നർത്ഥം. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ സുകൃത ദുഷ്കൃതങ്ങൾ രണ്ടും ഇല്ലാതെയാകും. അതിനുള്ള ആ ശ്ലോകത്തിനുള്ള അഭിനവോക്തപാദത്തെ വ്യാഖ്യാനവും നമുക്കൊന്നുകൂടി വീണ്ടും കേൾക്കാം. ഉഭേ ഇതി പരസ്പര വ്യഭിചാരം ദർശയതി. ഉഭേ എന്നീ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് സുകൃത ദുഷ്കൃതങ്ങൾ രണ്ടിനെയും സംബന്ധിച്ചാണ്, ഒന്നിനെ മാത്രമല്ല, രണ്ടിനെയും കൂടി സംബന്ധിച്ചിട്ടാണ് ഉഭേ എന്ന പദം ഉപയോഗിച്ചത്. തസ്മാത് യഥാഹി സുകൃത ദുഷ്കൃതേ നശ്യത തഥാ കരണമേവ പരമം കൗശലമിതി ഭാവ. അതുകൊണ്ട് സുകൃത ദുഷ്കൃതങ്ങൾ രണ്ടും ഏതു പ്രകാരമാണോ നശിക്കുക അപ്രകാരം ചെയ്യുക എന്നുള്ളതാണ് പരമമായ കൗശലം എന്ന് ഇതിൻ്റെ ഭാവം. സുകൃത ദുഷ്കൃതങ്ങൾ, കർമ്മം ചെയ്താൽ സുകൃതമുണ്ടാകും, ദുഷ്കൃതമുണ്ടാകും. ഈ രണ്ടും ഇല്ലാതെയാകണം. അതിന് എപ്രകാരമാണോ പ്രവർത്തിക്കാൻ സാധിക്കുക ആ പ്രവൃത്തി കർമ്മ കുശലത. ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന്, ഈ ശ്ലോകത്തിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയത് ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് കർമ്മത്തെ വേരോടുകൂടി ഇല്ലാതെയാക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് കർമ്മത്തെ വേരോടുകൂടി ഇല്ലാതെയാക്കണമെന്നാണെങ്കിൽ തത് കർമ്മണ കിം പ്രയോജനമിതി പ്രശ്ന അഭിപ്രായ. അങ്ങനെയാണെങ്കിൽ ആ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് അർജുനൻ ഇവിടെ ചോദിച്ചത്. അതാണ് ഈ ചോദ്യങ്ങളുടെ താല്പര്യം. അർജുനൻ ചോദിച്ചു, ഭഗവാൻ അതിന് ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. ശ്രീ ഭഗവാൻ സ്തുത്തരം ദദാതി. ഭഗവാൻ തു ഉത്തരം ദദാതി. ഭഗവാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാന്റെ ഉത്തരങ്ങളാണ് ഇനിയുള്ളത്. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരൈകോക്ത മയാനഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. പ്രചാരത്തിലുള്ള ഈ ശ്ലോകം നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതുമാണ്. വെറുതെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാവുകയല്ല, വളരെ വ്യത്യാസമുണ്ടാക്കുന്നതാണ് ആ ഒരു വ്യത്യാസം. അത് നമുക്ക് കേൾക്കാം. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഖ. അഭിനവോക്തപാദരുടെ ശ്ലോകത്തിൽ പുരൈകോക്ത മയാനഖ എന്നാണ് രണ്ടാമത്തെ വരി.
പ്രചാരത്തിലുള്ളത് പുരാപ്രോക്തമയാനഘ. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. പക്ഷേ ഈ ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. പുരാ ഏക ഉക്ത. നേരത്തെ ഞാൻ ഇവ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനമൊഴിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ വ്യാഖ്യാനങ്ങളും, ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും എല്ലാ വ്യാഖ്യാനങ്ങളും ജ്ഞാനവും കർമ്മവും വെവ്വേറെയായിട്ടാണ് പറയുന്നത്. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങൾ ഗീതയിൽ പറയുന്നുണ്ട് എന്നാണ് മിക്കവാറും അഭിനവഗുപ്തപാദർ ഒഴിച്ചുള്ള മറ്റ് വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിക്കുന്നത്. അഭിനവഗുപ്തപാദർ മാത്രമാണ് ഇവ രണ്ടും ഒന്നു തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് ഈ കാശ്മീരി പാഠമാണ്, പുരൈകോക്ത. ഏകദേശം 10-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ കാശ്മീരിൽ നമുക്കിന്ന് പ്രചാരത്തിൽ ലഭ്യമായിട്ടുള്ള ഗീത ലഭ്യമായിരുന്നില്ല എന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഓട്ടോ ഷ്രൈഡർ എന്ന് പേരുള്ള ഒരു പണ്ഡിതൻ, പാഞ്ചരാത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. അദ്ദേഹം ഗവേഷണം ചെയ്ത് എത്തിച്ചേർന്ന ഒരു നിഗമനമാണിത്. ഏകദേശം 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് നമുക്ക് അറിയാവുന്ന പ്രചാരത്തിലിരിക്കുന്ന ഗീത കാശ്മീര പ്രദേശത്തെ വ്യാപിക്കാൻ തുടങ്ങിയത്, പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതിനു മുമ്പ് കാശ്മീര പാഠം മാത്രമേ അവിടെ നിലവിലുണ്ടായിരുന്നുള്ളൂ. കാശ്മീര പാഠം, മഹാഭാരതത്തിൻ്റെ കാശ്മീര പാഠം സുക്തങ്കർക്ക് മഹാഭാരതം എഡിറ്റ് ചെയ്യുന്നതിൽ വലിയ സഹായം ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ വായിച്ച പുരാപ്രോക്തമയാനഘ എന്ന വരി കാശ്മീരിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് പുരൈകോക്തമയാനഘ എന്നായിരുന്നു പ്രചാരം. ഇതിലേതാ ശരി എന്നുള്ളത് നമുക്കിന്ന് കൃത്യമായി പറയാനും പറ്റുകയില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മിക്കവാറും എല്ലാ ടെക്സ്റ്റുകളും കറപ്റ്റാണ്. അതായത് അതിൽ തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ട്. വ്യാഖ്യാതാക്കൾക്ക് അവരുടെ അഭിപ്രായം പറയുവാൻ അവർ മൂലഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പല ഗ്രന്ഥങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിലേതാ ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ശരിയെയാണ് അഭിനവഗുപ്തപാദർ അംഗീകരിച്ചത്. നമ്മൾ ആ പാഠമാണ് സ്വീകരിച്ച് വ്യാഖ്യാനിക്കുന്നത്. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ. ലോകത്തിൽ ഇങ്ങനെ 2 വിധത്തിലുള്ള നിഷ്ഠകളുണ്ട്. അവ എന്നാൽ അലയോ അനഘ, പാപങ്ങളില്ലാത്തവനെ, അവ എന്നാൽ നേരത്തെ ഞാൻ നിന്നോട് പറയപ്പെട്ടിട്ടുള്ളതും ആണ്. ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരൈകോക്തമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. 2 വഴികൾ ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള നിഷ്ഠകളുണ്ട്. അവ ഒന്നാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ആ 2 വഴികൾ ഏതൊക്കെയാണ്? സാഖ്യന്മാർക്ക് അറിവിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനയോഗം, പ്രവൃത്തിയുടെ വഴിയെ, കർമ്മത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർമ്മയോഗം. അങ്ങനെ 2 നിഷ്ഠകളുണ്ട് ലോകത്തിൽ. അവ രണ്ടും ഒന്നാണ് എന്ന് എന്നാൽ നേരത്തെ പറയപ്പെട്ടിട്ടുള്ളതാണ്. 2-ാം അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. ആ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ യഥാ ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. കർമ്മബന്ധത്തെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് പറയുന്നത്. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ യഥാ ശൃണു. ഞാൻ നിന്നോട് നേരത്തെ സാഖ്യത്തിൻ്റെ വഴി, സമ്യക്കാകും വണ്ണമുള്ള അറിവിൻ്റെ വഴിയിലൂടെ നേരത്തെ പറഞ്ഞു തന്നു. അതേ കാര്യം തന്നെ ഇനി പ്രവൃത്തിയുടെ വഴിയിലൂടെ കേട്ടാലും. പ്രവൃത്തി അറിവിനോടുകൂടി ചേരുമ്പോഴാണ്
അല്ലയോ പാർത്ഥ കർമ്മബന്ധത്തെ ഇല്ലാണ്ടെയാക്കുന്നത്. ജ്ഞാനത്തിൻ്റെ ഭാഷയിൽ നേരത്തെ എന്നാൽ പറയപ്പെട്ടതിനെ ഞാനിനി പ്രവൃത്തിയുടെ കർമ്മത്തിൻ്റെ ഭാഷയിൽ പറയാം. ജ്ഞാനത്തോടു കൂടിയതാകുമ്പോഴാണ് പ്രവൃത്തി മോക്ഷത്തിന്, കർമ്മബന്ധനത്തെ ഇല്ലാതെയാക്കുന്നതിന് കാരണം ആകുന്നത്. അഭിനവഗുപ്തപാദരുടെ വ്യാഖ്യാനവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ആ ശ്ലോകത്തിൻ്റെ ഏഷാച തവ സാഖ്യേ സമ്യജ്ഞാനേ ബുദ്ധി നിശ്ചയാത്മിക ഉക്ത. എന്നാൽ നിന്നോടായിക്കൊണ്ട് ഈ ജ്ഞാനത്തെ, നിശ്ചയാത്മികമായ തീർച്ചപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനത്തെ എന്നാൽ നിനക്ക് വേണ്ടി നേരത്തെ പറയപ്പെട്ടു. ഏഷൈവച യഥായോഗേ കർമ്മകൗശലേ യോജ്യതി തഥൈവ ശൃണു. ഇനി ഇതിനെ തന്നെ എങ്ങനെയാണ് യോഗത്തിൻ്റെ മാർഗത്തിൽ എന്നുള്ളതിന് യോഗത്തെ അഭിനവഗുപ്തപാദർ ഗീതയിലെ ഒരു വ്യാഖ്യാനം എടുത്തിട്ട്, ഒരു അർത്ഥം എടുത്തിട്ട് യോഗം എന്നുള്ളത് കർമ്മത്തിൻ്റെ കുശലതയാണ് എന്നാണ് പറയുന്നത്. കർമ്മകുശലതയുമായിട്ട് ഇതിനെ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് എന്നത് ഞാൻ ഇനി പറയാം, കേട്ടാലും. യയാ ബുദ്ധിയാ കർമ്മണ ബന്ധകത്വം ത്യക്ഷ്യസി. ഏതൊരു അറിവോടുകൂടി കർമ്മം ചെയ്താലാണോ കർമ്മബന്ധനത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നത്, ആ അറിവോടുകൂടിയ കർമ്മത്തെപ്പറ്റി ഞാൻ പറയാം, കേട്ടാലും. നഹി കർമാണി സ്വയം ബധ്നന്തി ജഡത്വാത്. കർമ്മം സ്വയം ആരെയും ബന്ധിക്കുന്നില്ല, കാരണം കർമ്മം ജഡമാണ്. അത സ്വയമാത്മാ കർമ്മഭിർവാസനാത്മകൈരാത്മാനം ബധ്നാതി. കർമ്മങ്ങൾ അവശേഷിപ്പിക്കുന്ന കർമ്മവാസനകളാൽ ആത്മാവ് സ്വയം ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. താൻ തന്നെയാണ് തന്നെ ബന്ധിക്കുന്നത്, കർമ്മങ്ങളല്ല. അറിഞ്ഞുകൊണ്ട് അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അവശേഷിപ്പിക്കുന്ന വാസനകളാണ് ഒരാളെ ബന്ധിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് പുരൈകോക്ത മയാനഖ, എന്നാൽ അത് നേരത്തെ പറയപ്പെട്ടു. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരൈകോക്ത മയാനഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അഭിനവഗുപ്തപാദരുടെ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്കൊന്ന് കേൾക്കാം. ലോകേ ഏഷാ ദ്വയീ ഗതി പ്രസിദ്ധ. ലോകത്തിൽ ഈ രണ്ടു ഗതികൾ, ഈ രണ്ടു വഴികൾ പ്രസിദ്ധങ്ങളാണ്. സാഖ്യാനാം ജ്ഞാനം പ്രധാനം യോഗിനാം ച കർമ്മേതി. സാഖ്യന്മാർക്ക്, അതായത് അറിവിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനം പ്രധാനമാണ്. പ്രവൃത്തിയുടെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവൃത്തിയുടെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർമ്മമാർഗം പ്രധാനമാണ്. മയാതു സൈകൈവ നിഷ്ഠോക്ത ജ്ഞാനക്രിയാമയത്വാത് സംവിത്തത്വസ്യേതി ഭാവ. എന്നാൽ ഇത് രണ്ടും, ഭഗവാനാൽ ഇത് രണ്ടും ഒരേ നിഷ്ഠയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സംവിത്തത്വത്തിന്, ബോധത്തിന്, പരമമായതിന് ജ്ഞാനക്രിയാമയത്വം ഉണ്ട്. സംവിത്തത്വസ്യ ജ്ഞാനക്രിയാമയത്വാത് ഇതി ഭാവ. ജ്ഞാനക്രിയാമയം, സംവിത്തിന്, പരമമായിട്ടുള്ള ബോധത്തിന് ജ്ഞാനവും പ്രവൃത്തിയും അതിൽ അന്തർലീനമാണ് എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് എന്നാൽ നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട്. മയാതു സയേക ഏവ നിഷ്ഠോക്ത ജ്ഞാനക്രിയാമയത്വാത് സംവിത്തത്വസ്യ ഇതി ഭാവ. സംവിത്തത്വത്തിന്, പരമമായ ബോധം ജ്ഞാനക്രിയാമയത്വം, ജ്ഞാനക്രിയാ സ്വഭാവങ്ങളോട് കൂടിയതാണ് എന്നുള്ളതുകൊണ്ട് എന്നാൽ ഇവ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാശ്മീര ശൈവ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുന്ന പരമാദ്വയവാദവും ശങ്കര ഭഗവത്പാദര് മുന്നോട്ട് വയ്ക്കുന്ന അദ്വൈതവാദവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നാണ് ഇത്. ശങ്കര ഭഗവത്പാദരുടെ ബ്രഹ്മത്തിന്, പരമമായ അവസ്ഥയ്ക്ക് അറിവ് മാത്രമേ ഉള്ളൂ, ജ്ഞാനം മാത്രമേ ഉള്ളൂ, ക്രിയയില്ല, കർമ്മമില്ല. സർവകർമ്മ സന്യസ്തമാണ് ആ ഭാവം. അതിലൊരു കർമ്മവുമില്ല. അതിന് താൻ പരമമാണ് എന്നത് അറിയാം. ആ അറിവാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്.
നേരെ മറിച്ച് കാശ്മീര ശൈവ ദർശനം മുന്നോട്ട് വയ്ക്കുന്ന പരമ തത്വത്തിന്, പരമമായ പദത്തിന് ജ്ഞാനവും ക്രിയയും അന്തർലീനമാണ്. അതുകൊണ്ട് പരമമായ തത്വത്തെപ്പറ്റി കാശ്മീര പണ്ഡിതന്മാർ പറയുമ്പോൾ അവർ അതിനെ നിർവചിക്കുക പ്രകാശ വിമർശാത്മകമാണ്. അത് പരമമായത് പ്രകാശ വിമർശങ്ങളോട് കൂടിയതാണ്. പ്രകാശം പ്രകാശിപ്പിക്കുക, വെളിപ്പെടുത്തുന്നത്. എന്തിനെയാണ് പ്രകാശം വെളിപ്പെടുത്തുന്നത്? ഈ പലതിനെയും ആ പ്രകാശം വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നതിനെ അത് അറിയുന്നു, അത് അവെയർ ആകുന്നു, അത് ആക്ഷനാണ്. അത് വെളിപ്പെടുത്തുന്നത് ജ്ഞാനം. അതിനെ അറിയുക എന്നുള്ളത്, തിരിച്ചറിയുക എന്നുള്ളത് അതിനകത്ത് കർമ്മം. അപ്പം ജ്ഞാന കർമാത്മകമാണ് പരമമായത്. അതിൽ കർമ്മം, ക്രിയ ഒട്ടും ഒഴിവാക്കുന്നില്ല. ജ്ഞാനശക്തിയും ക്രിയാശക്തിയും പരമമായതിൽ അന്തർലീനമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീര ശൈവം മുന്നോട്ട് വയ്ക്കുന്നത് പരമാദ്വയവാദമാണ്. അതിനെപ്പറ്റി അവർ പരാമർശിക്കുമ്പോൾ പറയുന്നത് ഇത് ദ്വൈതവും അദ്വൈതവും അല്ല, അതിനെല്ലാം അതീതമായ ഒരവസ്ഥയാണ്. ഇത് ഭേദവുമല്ല, അഭേദവുമല്ല, ഭേദാഭേദവുമല്ല, അതിനെല്ലാം അതീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉണർത്തുന്ന പരിമിതി ഈ എല്ലാ വ്യാഖ്യാനങ്ങളിലും വിശദീകരണങ്ങളിലും പ്രകടമാവുകയും ചെയ്യും. അഭിനവഗുപ്തപാദർ തുടർന്നു വരുന്ന പല സ്ഥലത്തും അതിനെ പരാമർശിക്കുന്നു. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മുഖസമ്പ്രദായ വേദിയായിരിക്കണം. ഗുരുമുഖത്തു നിന്ന് കേട്ട് അറിഞ്ഞ് അനുഭവിച്ചവർക്കേ, അനുഭവത്തിൻ്റെ ഒരംശമെങ്കിലും ഉള്ളവർക്കേ ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. എന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിക്കേണ്ട എന്നല്ല. കാരണം നമ്മുടെ ഈ ശ്രമം, ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം ഈശ്വരാനുഗ്രഹത്തെ ഉണ്ടാക്കുകയും ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ തിരിച്ചറിവ് ദൃഢമാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടും നമുക്കിത് കേൾക്കാം. അതുകൊണ്ട് പരമമായതിന് ജ്ഞാനം മാത്രമല്ല, ജ്ഞാനാവസ്ഥ മാത്രമല്ല, ക്രിയാവസ്ഥയും പ്രവൃത്തിയുടെ അവസ്ഥയും ഉണ്ട്. സംവിത്തത്വത്തിൽ ജ്ഞാനവും ക്രിയയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവ രണ്ടും പരമമായതിൽ ഒന്നു തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ജ്ഞാനമാർഗവും യോഗമാർഗവും, ജ്ഞാനത്തിൻ്റെ വഴിയും കർമ്മത്തിൻ്റെ വഴിയും രണ്ടല്ല, ഒന്നാണ്.